ലോക മുതലാളിത്തത്തിന്റെ ആസ്ഥാനമായ ന്യൂയോർക്ക് സിറ്റിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവ് മേയർ സ്ഥാനത്തേക്ക് വിജയിച്ചുവെന്നത് കേവലം ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഫലമല്ല. ഉഗാണ്ടയിൽ ജനിച്ച ഇന്ത്യൻ പാരമ്പര്യമുള്ള യുവ നേതാവ് സൊഹ്റാൻ മംതാനിയുടെ ഈ അട്ടിമറി വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ആഴത്തിലുള്ള സാമ്പത്തിക അസമത്വങ്ങളോടുള്ള തൊഴിലാളി വർഗത്തിന്റെ രോക്ഷത്തിന്റെ പ്രതീകവും രാജ്യത്തിന്റെ രാഷ്ട്രീയഗതി മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു പുതിയ ഇടതുപക്ഷ തരംഗത്തിന്റെ സൂചനയുമാണ്. മുൻ ഡെമോക്രാറ്റിക് ഗവർണർ ആൻഡ്രൂ കുമോയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് സിൽവയെയും മറികടന്ന് 51% വോട്ടുകൾ നേടിയ 34കാരന്റെ ഈ ജൈത്രയാത്ര ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നു. മംതാനിയുടെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മുഖ്യധാര കക്ഷികളായ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ നേരിടുന്ന ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളെയും, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ വലതുപക്ഷ പോപ്പുലിസത്തെ ചെറുക്കാൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കുള്ള സാധ്യതകളെയും വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം മംതാനിക്കെതിരെ കടുത്ത വലതുപക്ഷ വിദ്വേഷ വിമർശനങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പക്ഷം അഴിച്ചുവിട്ടത്. അമേരിക്കയുടെ സാമ്പത്തിക ഘടനയെ ചോദ്യം ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവിനെ രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് അസൗകര്യമായിരുന്നു. മംതാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ, ഇസ്ലാമിസ്റ്റ് തീവ്രവാദി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ നൽകി ട്രംപ് പക്ഷം ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ മുസ്ലിം നാമവും ഇന്ത്യൻ പാരമ്പര്യവും വിദ്വേഷ പ്രചാരണങ്ങൾക്ക് വലതുപക്ഷം ആയുധമാക്കി. ന്യൂയോർക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായാൽ പണം പാഴാകുമെന്നും താൻ പ്രസിഡന്റ് എന്ന നിലയിൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഫെഡറൽ ഫണ്ടുകൾ അനുവദിക്കില്ലെന്നും ട്രംപ് പരസ്യമായി ഭീഷണിപ്പെടുത്തി. ട്രംപിന്റെ വലതുപക്ഷ പോപ്പുലിസം അമേരിക്കയുടെ സാമ്പത്തിക ഘടനയെ നിലനിർത്തിക്കൊണ്ട് ആഭ്യന്തര ശത്രുക്കൾ എന്ന് കരുതുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതിലാണ് ഊന്നൽ നൽകിയത്. തനിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങളെയും ഭീഷണികളെയും മംതാനി നേരിട്ടത് തന്റെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു. താൻ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. തന്റെ പോരാട്ടം ട്രംപ് വഞ്ചിച്ച തൊഴിലാളി വർഗത്തിന് വേണ്ടി ഉള്ളതാണെന്ന് മംതാനി വ്യക്തമാക്കി. വർഗപരമായ അസമത്വങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ട്രംപിന്റെ വംശീയവും വിദ്വേഷപരവുമായ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നും അദ്ദേഹം വിശ്വസിച്ചു. ട്രംപിനുള്ള മംതാനിയുടെ മറുപടി ശ്രദ്ധേയമായി. മിസ്റ്റർ ട്രംപ്, ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് 4 വാക്കുകളെ ഇപ്പോൾ പറയാനുള്ളൂ. ടേൺ ദി വോളിയം അപ്പ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വലതുപക്ഷത്തിന്റെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന പ്രഖ്യാപനമായിരുന്നു. ഒരു സ്വേച്ഛാധിപതിയെ ഭയപ്പെടുത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ മംതാനി അതിനുള്ള പരിഹാരവും പറഞ്ഞു. അയാൾക്ക് അധികാരം നേടാൻ അവസരം ഒരുക്കിയ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ട്രംപിനെ തടയുന്നത്. അതായത് ട്രംപിനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ജനപിന്തുണ നേടിക്കൊടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ ഇല്ലാതാക്കുക എന്നതാണ് മംതാനിയുടെ ലക്ഷ്യം. മംതാനിയുടെ വിജയം അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ പോപ്പുലിസ്റ്റ് പരിപാടികളുടെ വിജയമാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ സാധാരണക്കാരുടെയും തൊഴിലാളി വർഗത്തിന്റെയും അടിസ്ഥാന ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രായോഗികമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പരിഷ്കരണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മംതാനിയുടെ അജണ്ട അമേരിക്കൻ നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമെടുത്തു. ന്യൂയോർക്കിലെ ജീവിത ചെലവ് വർധനവിന് പ്രധാന കാരണം ഭീമമായ വാടകയാണ്. വാടക വർധനവ് മരവിപ്പിക്കാനുള്ള നിർദ്ദേശം ലക്ഷക്കണക്കിന് തൊഴിലാളി വർഗ കുടുംബങ്ങൾക്ക് നേരിട്ടുള്ള സാമ്പത്തിക ആശ്വാസം നൽകും. യാത്രാ ചെലവ് കുറയ്ക്കുന്നത് സാധാരണക്കാരുടെ മാസ വരുമാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ഇതുകൂടാതെ പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് വഴി കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്യാൻ സാധിക്കും. കുട്ടികളെ നോക്കുന്നതിന്റെ ഭാരം കാരണം തൊഴിൽ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കാൻ നിർബന്ധിതരാകുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് വലിയ പിന്തുണ നൽകും. തൊഴിലാളി വർഗത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണിത്. വൻകിട കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന വിപണിയിൽ ആവശ്യ സാധനങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും ഇത് ലക്ഷ്യമിടുന്നു. ഭവനരഹിതർക്ക്, താഴ്ന്ന വരുമാനക്കാർക്കും സുരക്ഷിതമായ ഭവനം ഉറപ്പുവരുത്തുന്നതിലൂടെ നഗരത്തിലെ സാമൂഹിക നീതി ഉറപ്പാകുന്നു. ഈ വിപുലമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ധനസഹായം കണ്ടെത്താൻ മംതാനി മുന്നോട്ട് വയ്ക്കുന്നത് വൻകിട കോർപ്പറേഷനുകളുടെയും അതിസമ്പന്നരുടെയും മേലുള്ള നികുതി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ സാമ്പത്തിക പരിഷ്കരണവാദം കോർപ്പറേറ്റ് നിയന്ത്രിത രാഷ്ട്രീയത്തോടുള്ള തൊഴിലാളി വർഗത്തിന്റെ വെല്ലുവിളിയാണ്. നികുതി ഭാരം താഴേക്കടിയിലുള്ളവരിൽ നിന്നും മാറ്റി രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കിടുന്നവരിൽ നിക്ഷിപ്തമാക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ കാതൽ. മംതാനിയുടെ വിജയം പുറത്തുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയേക്കാൾ കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആധുനിക നേതൃത്വത്തിനാണ്. ഈ വിജയം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ആഴത്തിലുള്ള വിള്ളലുകൾ തുറന്നു കാട്ടുന്നു. പതിറ്റാണ്ടുകളായി തൊഴിലാളി വർഗത്തെ അവഗണിക്കുന്ന നിലപാടാണ് ആധുനിക ഡെമോക്രാറ്റിക് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ഫണ്ടിംഗ് ഉറപ്പുവരുത്തുന്ന ആഗോള ഉന്നതരുടെയും കോർപ്പറേറ്റുകളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങളാണ് അവർക്ക് പ്രധാനം. തൊഴിലാളി വർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് പകരം കാലാവസ്ഥാ വ്യതിയാനം, വൈവിധ്യം തുടങ്ങിയ സാംസ്കാരിക യുദ്ധ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡെമോക്രാറ്റിക് നേതൃത്വം മംതാനിയെ പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളെ ഒരു വ്യതിയാനമായാണ് കാണുന്നത്.
ഡെമോക്രാറ്റിക് നേതൃത്വത്തിന്റെ ഈ സമീപനം പരമ്പരാഗത തൊഴിലാളി വർഗത്തെയും ന്യൂനപക്ഷങ്ങളെയും പാർട്ടിയിൽ നിന്നും അകറ്റുന്നു. ഈ വോട്ടുകൾ ഒന്നുകിൽ വലതുപക്ഷ പോപ്പുലിസത്തിലേക്ക് പോകുകയോ അല്ലെങ്കിൽ മംതാനിയെ പോലുള്ള ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥികളിലേക്ക് തിരിയുകയോ ചെയ്യുന്നു. നിലവിൽ മംതാനി മുന്നോട്ട് വെച്ച പരിഷ്കരണ വാദം പാർട്ടി നേതൃത്വം അനായാസം അംഗീകരിക്കാൻ സാധ്യതയില്ല. 2016 ബെർണി സാൻഡേഴ്സിനെതിരെ കോർപ്പറേറ്റ് നിയന്ത്രിത ഡെമോക്രാറ്റിക് നേതൃത്വം സ്വീകരിച്ച നിലപാടുകൾ പോലെ മംതാനിയുടെ സ്വാധീനം വെട്ടിക്കുറയ്ക്കാനും അദ്ദേഹത്തിന്റെ ജനകീയ പരിപാടികളെ തടസ്സപ്പെടുത്താനും പാർട്ടി നേതൃത്വം ശ്രമിച്ചേക്കാം. മംതാനിയുടെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു. മംതാനിയുടെ വിജയത്തോടെ വർഗപരമായ രാഷ്ട്രീയ സംവാദങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. മുതലാളിത്തത്തിന്റെ കേന്ദ്രമായ ന്യൂയോർക്കിലെ ഈ വിജയം സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നത് അമേരിക്കൻ ജനതയുടെ പ്രധാന ആവശ്യമായി മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ജവഹർലാൽ നെഹ്റു നടത്തിയ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് മംതാനി തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിലും ശക്തമായി നിലനിൽക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം അമേരിക്കൻ മണ്ണിൽ യാഥാർത്ഥ്യമാകുന്നുവെന്ന നിലയിൽ മംതാനിയുടെ വിജയം ചരിത്രപരമാണ്. ട്രംപിനെ പോലുള്ള വലതുപക്ഷ പോപ്പുലിസ്റ്റുകൾക്ക് ജനപിന്തുണ നേടിക്കൊടുത്ത ദാരിദ്ര്യവും അസമത്വവും ഇല്ലാതാക്കാനുള്ള ഒരു പ്രായോഗിക പരിഹാരമാണ് മംതാനി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിജയം അമേരിക്കയിലെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരവും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇടതുപക്ഷ ആശയങ്ങളിലേക്ക് ചായുമെന്നതിന്റെ സൂചനയുമാണ്.